നമസ്കാരം, ഞാൻ ജെറീന. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ഓഖിയിൽ സർക്കാരിനെതിരെ. തീരപ്രദേശങ്ങളിൽ നാശം വിതച്ച ഓഖി ചുഴലിക്കാറ്റ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വീണ്ടും തലവേദനയാകുന്നു. ഓഖി ചുഴലിക്കാറ്റ് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിൽ സംസ്ഥാന സർക്കാരിന് സംഭവിച്ച വീഴ്ച കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി. ദുരന്തത്തിൽ മരിച്ചവരുടെയും കാണാതായവരുടെയും യഥാർത്ഥ കണക്ക് പുറത്തുവിടാൻ കേന്ദ്ര, കേരള, തമിഴ്നാട് സർക്കാരുകളോട് നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയത് ലത്തീൻ അതിരൂപത. ഓഖി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഉള്ള ഫണ്ടിൽ നിന്നും പണം വകമാറ്റി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഹെലികോപ്റ്റർ യാത്രയ്ക്ക് പണം നൽകാൻ ശ്രമിച്ചുവെന്നും ഹർജിയിൽ പരാമർശം. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ച സംഭവിച്ചു. ഓഖി ചുഴലിക്കാറ്റ് ദുരന്തം വിതയ്ക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലും തമിഴ്നാട് സർക്കാർ ചെന്നൈയിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ ആലസ്യത്തിലുമായിരുന്നു. ഉചിതമായ നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്നും ഹർജിയിൽ വാദം. ചരിത്രയാത്രയിൽ മോദി. 4 ദിവസത്തെ വിദേശ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലസ്തീനിൽ. മോദിയെ പാലസ്തീൻ സ്വീകരിച്ചത് ഒരു വിദേശിക്ക് നൽകുന്ന പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് കോളർ നൽകി. പാലസ്തീൻ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ചരിത്രമെഴുതിയ മോദി പാലസ്തീൻ വിമോചന നേതാവ് യാസർ അറാഫത്തിന്റെ സ്മൃതി കുടീരം സന്ദർശിച്ചു. മോദി പാലസ്തീനുമായി ഒപ്പുവയ്ക്കുന്നത് വിദ്യാഭ്യാസം, ആരോഗ്യം, വിവര സാങ്കേതിക വിദ്യ അടക്കം 5ഓളം കരാറുകളിൽ. പാലസ്തീന് ശേഷം UAE-യിലും മോദിയെ കാത്തിരിക്കുന്നത് ഊഷ്മള സ്വീകരണം. ബുർജ് ഖലീഫ, ദുബായ് ഫ്രെയിം എന്നിവിടങ്ങളിൽ ലൈറ്റുകൾ കൊണ്ട് ഇന്ത്യൻ പതാക സൃഷ്ടിച്ച UAE-യിൽ 6ാമത് ലോക ഗവൺമെന്റ് ഉച്ചകോടിയെ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. ആധാറിനും GST. ആധാർ വിവരങ്ങളുടെ രഹസ്യ സ്വഭാവം സംബന്ധിച്ച ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നതിനിടെ ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ GST നൽകണമെന്ന നിർദ്ദേശം. നിലവിൽ ആധാർ വിവരങ്ങൾ പുതുക്കുന്നതിന് ഈടാക്കുന്നത് 25 രൂപ. അതോടൊപ്പം 18% GST കൂടി ചേർക്കാൻ യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ തീരുമാനം. പുതിയ നിർദ്ദേശപ്രകാരം അടുത്തയാഴ്ച മുതൽ ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് 30 രൂപ നൽകേണ്ടി വരും. 18% GST കൂടി ചേർക്കുമ്പോൾ 29 രൂപ 50 പൈസയാണ് വരിക. അത് 30 രൂപയാക്കി നിശ്ചയിക്കുകയായിരുന്നു. അതേസമയം ആധാർ എൻറോൾമെന്റിന് ഈ തുക ബാധകമല്ലെന്ന് UIDAI വ്യക്തമാക്കിയിട്ടുണ്ട്. ഭൂമിയിൽ കൈപ്പൊള്ളി വൈദികർ. ഭൂമിയിടപാടിൽ വിവാദത്തിലായ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഭരണമാറ്റവും സ്ഥാനചലനവും. ഭൂമിയിടപാട് സംബന്ധിച്ച പ്രശ്നപരിഹാരത്തിന് ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ ഇടയന്ത്രത്തിനെ ചുമതലപ്പെടുത്തി. ഇത് സംബന്ധിച്ച കർദിനാളിന്റെ സർക്കുലർ നാളെ പള്ളികളിൽ വായിക്കും. അതിരൂപതയുടെ ഭരണ ചുമതല ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ ഇടയന്ത്രത്തിന് നൽകുമെന്നും കർദിനാളിന്റെ സർക്കുലർ. സഹായമിത്രന്മാർക്ക് കൂടുതൽ അധികാരം നൽകും. സമിതികൾ വിളിച്ചു ചേർക്കുന്നതും അധ്യക്ഷത വഹിക്കുന്നതും സെബാസ്റ്റ്യൻ ഇടയന്ത്രത്ത്. ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് ആരാധനാക്രമവുമായി ബന്ധമില്ലെന്നും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ സർക്കുലർ. അതോടൊപ്പം ആരോപണ വിധേയരായ വൈദികരെ സ്ഥലം മാറ്റി. സാമ്പത്തിക വിഭാഗം ചുമതലയുള്ള ഫാദർ ജോഷി പുതുവയെ കർദിനാൾ ഹൌസിൽ നിന്നും കൊച്ചിയിലെ പള്ളിയിലേക്ക് സ്ഥലം മാറ്റി. ഫാദർ സെബാസ്റ്റ്യൻ വടക്കുംപാടിന് വിശ്രമം നിർദ്ദേശിച്ചു. ഭൂമിയിടപാടിൽ കർദിനാളിന്റെ പിഴവ് കണ്ടെത്തിയ സമിതി ചെയർമാൻ ബെന്നി മാരാമ്പറമ്പിലിനും സ്ഥാനമാറ്റം. പുതിയ നടപടി പ്രശ്നപരിഹാരത്തിന്റെ ഭാഗമെന്ന് പറയുമ്പോഴും വൈദികരുടെ അധികാരങ്ങൾ വെട്ടിക്കുറച്ചിട്ടുണ്ട്. തട്ടിപ്പ് ഒത്തുതീർപ്പിലേക്ക്. ബിനോയ് കോടിയേരിക്ക് ദുബായിൽ യാത്രാവിലക്ക് ഏർപ്പെടുത്തിയ കേസ് ഒത്തുതീർപ്പിലേക്ക്. കേസിന് കാരണമായ 1.72 കോടി രൂപ ബിനോയ്ക്ക് വേണ്ടി നൽകാൻ തയ്യാറെന്ന് കോഴിക്കോട്ടെ വ്യവസായി പറഞ്ഞതായി വിവരം. ഇക്കാര്യം മധ്യസ്ഥർ വഴി ജാസ് ടൂറിസം കമ്പനി ഉടമ ഇസ്മായിൽ അബ്ദുള്ള അൽ മർസൂഖിയെ അറിയിച്ചു. എന്നാൽ അടുത്ത ദിവസം ദുബായ് കോടതിയിൽ 2 കേസുകൾ കൂടി വരാനിരിക്കെ ബിനോയ്ക്കെതിരായ കുരുക്ക് പെട്ടെന്നഴിയില്ലെന്ന് സൂചന. സാമ്പത്തിക തട്ടിപ്പ് കേസിൽപ്പെട്ട് ബിനോയ്ക്ക് ദുബായ് കോടതി യാത്രാവിലക്ക് ഏർപ്പെടുത്തിയത് കഴിഞ്ഞ ഞായറാഴ്ച. ഇതോടെ ദുബായിൽ അകപ്പെട്ട ബിനോയ്ക്ക് പുറത്തേക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല. പണം തിരിച്ചു നൽകാത്തതിനെ തുടർന്ന് ജാസ് ടൂറിസം കമ്പനിയുടെ ഉടമ നൽകിയ പരാതിയിലാണ് നടപടി. അതിനിടെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ചവറ MLA വിജയൻ പിള്ളയുടെ മകൻ ശ്രീജിത്തിനെതിരെ DGPക്ക് പരാതി നൽകുമെന്ന് രാഹുൽ കൃഷ്ണ. ഇയാൾക്കെതിരെ നടപടി വേണമെന്നാവശ്യം. പരാതി അടുത്ത ദിവസം തന്നെ നൽകുമെന്നും തന്റെ കയ്യിൽ തെളിവുകളുണ്ടെന്നും രാഹുൽ. ധവാന് സെഞ്ചുറി. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന പരമ്പരയിലെ 4ാം ഏകദിനത്തിൽ ഇന്ത്യക്ക് മികച്ച തുടക്കം. ജോഹാൻസ്ബർഗിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യക്ക് മികച്ച സ്കോർ സമ്മാനിച്ചത് ഓപ്പണർ ശിഖർ ധവാന്റെ സെഞ്ചുറി. കരിയറിലെ 100ാം മത്സരത്തിനിറങ്ങിയ ധവാന് മികച്ച പിന്തുണ നൽകിയത് അർദ്ധ സെഞ്ചുറി നേടി പുറത്തായ നായകൻ വിരാട് കോഹ്ലി. 6 മത്സരങ്ങളുടെ പരമ്പരയിലെ ആദ്യ 3 മത്സരങ്ങളും ജയിച്ച ഇന്ത്യയെ കാത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കൻ മണ്ണിലെ ആദ്യ ഏകദിന പരമ്പര വിജയം. പരമ്പര തോൽക്കാതിരിക്കാൻ വിജയം അനിവാര്യമായ ദക്ഷിണാഫ്രിക്ക ഇറങ്ങിയത് ഭാഗ്യനിറമായ പിങ്ക് ജേഴ്സിയിൽ. ആദ്യ 3 മത്സരങ്ങളിലും ഇന്ത്യൻ സ്പിന്നർമാർക്ക് മുന്നിൽ കീഴടങ്ങിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് പ്രതീക്ഷ നൽകുന്നത് പരിക്കുമാറി തിരിച്ചെത്തിയ AB ഡിവിലിയേഴ്സ്. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം അനുപമ ചേരും. നമസ്കാരം.